പുതിയ കാലഘട്ടത്തിലെ രക്ഷാകർതൃത്വം അഥവാ പാരന്റിങ്ങിനെ കുറിച്ച് ചുരുങ്ങിയ സമയം സംസാരിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പുതിയ കാലം നമ്മുടെ മക്കൾ വൈബ് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. വൈബ് എന്നുള്ളത് അവരായിട്ട് കണ്ടുപിടിച്ച ഒരു വാക്കൊന്നുമല്ല. മാനസികാവസ്ഥയെ, നമ്മുടെ ഒരു മനോനിലയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പണ്ടും ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഈ പള്ളിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബാണ്. പത്തപരിയം അങ്ങാടിക്ക് ചെന്നാൽ അവിടുത്തെ വൈബ് വേറൊന്നാണ്. ഇനി നമ്മളൊരു അല്പം മാറിയിട്ട് ഇവിടെ പുഴയുടെ വക്കത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാടവരമ്പത്തോ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ലാത്ത മറ്റൊരു വൈബാണ് അവിടെ ഉണ്ടാവുക. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഇതൊന്നുമല്ലാത്ത നാലാമത്തെ ഒരു വൈബ്. അങ്ങനെ എല്ലാം വൈബ് നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത്. വൈബ് ഇല്ലെങ്കിൽ ഞാനില്ല, ആ പരിപാടിക്ക് ഞാനില്ല, അവിടെ ഒരു വൈബ് ഉണ്ടാവില്ല. ഇവിടെ എന്താ വൈബ്? ഇങ്ങനെയാണ് മക്കൾ സംസാരിക്കാറുള്ളത്. അത് ഇത്ര വൈറലാകാൻ കാരണം ആ വൈബിലേക്ക് തന്ത വൈബും തള്ള വൈബും അമ്മാവും വൈബും ഒക്കെ ചേർന്ന് വന്നപ്പോഴാണ്. അതുവരെ അതൊന്നും അത്ര കാര്യമായി ആളുകൾ എടുക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്താണ് സാധനം? ന്യൂ ജനറേഷന്റെ, പുതിയ തലമുറയുടെ പല വാക്കുകളും കേട്ടിട്ട് നമ്മളവർ പറയാ പയഞ്ചൻ, അവര് ന്യൂജൻ, നമ്മൾ പയഞ്ചൻ. അപ്പൊ പലതും നമുക്ക് മനസ്സിലാവാറില്ല. അങ്ങനെ ഒരു പ്രത്യേക ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുക. ഡിക്ഷണറിയിലേക്കൊക്കെ പുതിയ പുതിയ പദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തില് നമ്മളെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറപ്പം പ്രായമായ, നമ്മളെന്ന് മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരാള് അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നാൽ, ഇപ്പോ ഗേൾസിന്റെ ഒരു ടീം തീരുമാനിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് കറങ്ങാൻ പോകാം. അപ്പൊ കൂട്ടത്തിൽ ഒരല്പം ബോധമുള്ള ഒരു കുട്ടി പറഞ്ഞു, അത് വേണ്ട, എക്സാം അടുത്തില്ലേ, നമുക്ക് പോണ്ട എന്ന് പറഞ്ഞാൽ ഓളെ പറ്റി ബാക്കിയുള്ള 4 ആൾക്കാരും പറയും ഓക്കൊരു തള്ള വൈബാണ്. അല്ലെങ്കിൽ 4 ആൺകുട്ടികൾ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. അപ്പൊ 5ാമൻ പറഞ്ഞ് ഈ സമയത്ത് നമ്മൾ നോമ്പല്ലേ, എപ്പൊ പോകണ്ട, നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ അവനെ കുറിച്ച് അവന്റെ ഫ്രണ്ട്സ് തന്നെ പറയാ, അല്ലെങ്കിൽ ഓനൊരു തന്ത വൈബാണ്. തെറ്റായ ഒരു കാര്യത്തെ കുറിച്ച് ഒരു കുടുംബത്തിലെ കാരണവർ നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താൽ അത് അമ്മാവൻ വൈബ്. ഇപ്പോ ഒരു 16, 17, 18 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ബൈക്കുമായിട്ട്, അവന്റെ കൂടെ ചിലപ്പോൾ 1, 2 ആള് വേറെ ഉണ്ടാകും, അങ്ങനെ 3 ആൾ ഒരു ബൈക്കുമേൽ, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ചീറിപ്പായുന്ന ഒരു KSRTCയെ മറികടക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അവിടെ നിന്നിട്ട് വലിയൊരു ടോറസ് വരുന്നുണ്ട്, അതൊന്നും ഇവന് വിഷയമല്ല. അങ്ങനെ ഇവനെ കത്തിച്ച് പോകുമ്പോ നമ്മൾ പറയും ചിലപ്പോ സ്വാഭാവികമായിട്ടും ആ പോക്കൊരു സുഖമല്ലല്ലോ, അല്ലാഹ് കാക്കട്ടെ. പക്ഷെ അവന്റെ വൈബ് അതാണ്. അവന്റെ മനസ്സിലേക്ക് അപ്പൊ തോന്നുന്നത് എന്താണോ അത് ചെയ്യുക, അത് പിന്നത്തേക്ക് വെക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, ഒന്നുകൂടി ചിന്തിച്ചിട്ട് ചെയ്യാം. അതൊന്നുമില്ല, എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. ഇതേ പയ്യൻ ഒരു കല്യാണമൊക്കെ കഴിച്ച് അവനൊരു കുഞ്ഞുവാവയൊക്കെ ആയി ഒരു 10-28 വയസ്സ് അല്ലെങ്കിൽ 10-30 വയസ്സായാൽ ഈ 18ാമത്തെ വയസ്സിൽ അവൻ പോയ പോക്ക് ഈ ബുള്ളറ്റുമായിട്ട് ഈ ബൈക്കുമായിട്ട് ഇവൻ പിന്നെ പോവോ?
പോകാൻ സാധ്യത ഉണ്ടോ? കല്യാണം കഴിച്ച ഒരുത്തം പിന്നെ ആ പോക്ക് പോവോ? പോവില്ല. കാരണം എന്താ കാരണം എന്ന് നമ്മൾ അവനെ കുറിച്ച് പറയാം. അവനിപ്പോ ഒരു ലേശം പക്വത വന്നിട്ടുണ്ട്, ഒരു ലേശം ബോധമൊക്കെ വന്നിട്ടുണ്ട്, പഴയ പിരാന്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു പക്വത വന്നിട്ടുണ്ട് നമ്മൾ പറയും. സത്യത്തിൽ ഈ പക്വതക്ക് ഇവര് കൊടുക്കുന്ന പേരാണ് ഈ വൈബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈബില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്ത വൈബ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവനൊരു പക്വത വന്നിട്ടുണ്ട്. ഇരുട്ടത്ത് മൊബൈലിലേക്ക് ഇങ്ങനെ രാത്രി 12 മണി 1 മണി വരെ ഇങ്ങനെ നോക്കിയിരുന്നാൽ സ്വാഭാവികമായിട്ടും എടാച്ച് വേറൊന്നല്ലെങ്കിൽ എന്റെ കണ്ണിനത് കേടല്ലേ എന്ന് നമ്മൾ പറഞ്ഞാൽ അതെന്താണ്? തന്ത വൈബാണ്. സൈഡ് സ്റ്റാൻഡിന്മേൽ വണ്ടി ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഉറപ്പല്ല ആ സ്റ്റാൻഡ് പൊട്ടുന്ന്. അതാ വണ്ടിക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ആ സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പറഞ്ഞാൽ അത് തന്ത വൈബ്. അപ്പൊ നമ്മളതിനെ കുറിച്ച് എന്താ പറയാ? അതൊരു പക്വത വന്നതിന്റെ കാഴ്ചപ്പാടാണ്. ഈ പക്വതക്കാണ് അവർ ഈ പേര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പക്വത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ മെച്യൂരിറ്റി എന്ന് പറയും, മലയാളത്തിൽ വിവേകമെന്നോ പക്വത എന്നോ ഒക്കെ പറയും. ആ ഒരു സാധനം അത്ര ഒഴിവാക്കേണ്ട ഒന്നല്ല. അതിന്റെ പോരായ്മ കൊണ്ടാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന നമ്മുടെ തലമുറയ്ക്ക് എന്തു പറ്റി എന്ന് ആളുകൾ ആകുലപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. എല്ലാ കാലത്തും പുതുതലമുറയെ കുറിച്ച് പഴയ തലമുറ ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പൊ ഇവിടെയുള്ള 50 വയസ്സിന്റെ മുകളിലുള്ള ആളുകളുണ്ടാകും, 60ന്റെ മുകളിലുള്ള ആളുകളുണ്ടാകും, ഒരു 40ന്റെ താഴെയുള്ള ആളുകളുണ്ടാകും, 25ന്റെ താഴെ അല്ലെങ്കിൽ 20ന്റെ താഴെയുള്ള നേരത്തെ പറഞ്ഞ ന്യൂജൻ തലമുറയിൽപ്പെട്ട കുറച്ച് ആൾക്കാരും ഇവിടെ ഉണ്ടാവും. പഴയ തലമുറ എന്നും പറഞ്ഞിട്ടുണ്ട് പുതിയ തലമുറ പോക്കാനുള്ളത്. അത് നമ്മളെ വ്യാപാരത്തിൽ കേട്ടതാണ്. ഇന്ന് നമ്മളെ പുതിയ തലമുറയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു നമ്മളെ കുറിച്ച് അവര് നമ്മളെ പൂർവികരായ ആളുകൾ നമ്മുടെ വല്യാപ്പാര് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നൊരല്പം കൂടി ആശങ്കാജനകമാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾക്കും അറിയാം, അവർക്കും അറിയാന്നുള്ളതാണ് സത്യം. അവരിന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങള്, അതിനെക്കുറിച്ചുള്ള ചർച്ചയില് അവരുടെ പ്രതിനിധികൾ തന്നെ പറയുന്നു എന്തു പറ്റി ഞങ്ങളുടെ കൂട്ടുകാർക്ക് എന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെയാണ് നമ്മൾ ഈ തലമുറയെ കുറിച്ച് ശരിക്കും ആശങ്കപ്പെടേണ്ടത്. ഇപ്പം എമ്പതി എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. എമ്പതി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച്, നമ്മുടെ ഒരു ബന്ധുവിനെ കുറിച്ച്, നമ്മുടെ ഒരു അയൽക്കാരനെ കുറിച്ച് അവന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഒരു മുസ്ലിമായ മനുഷ്യന് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു ഫീലിംഗ് ആണ് എമ്പതി. അവന്റെ ഫീലിംഗ് എന്താണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരാളൊരു കുട്ടി ഒരു ഷൂട്ട് നടക്കുക, അപ്പൊ അവൻ പറയുന്നത് ഭയങ്കര ടൈറ്റാണ്, ഇപ്പച്ചി നടക്കാൻ വയ്യ. അപ്പൊ അവന്റെ ഷൂവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ശരിക്കും പരിശോധിക്കാം, എത്രത്തോളം ഒരു ടൈറ്റാണ്. എന്നിട്ട് നമ്മളെ കാല് വേണമെങ്കിൽ ഇട്ട് നോക്കുക. അവന്റെ കാലിന് കല്ല് കുത്തുന്നുണ്ട് എന്നവൻ പറയുകയാണെങ്കിൽ നമ്മളെ കാലിൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ആ കല്ല് കുത്തുന്ന ഫീലിംഗ് നമ്മളൊന്ന് അനുഭവിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും ശരിയാണ് കേട്ടോ പറഞ്ഞത്, ഭയങ്കര പ്രയാസമുണ്ട്. മറ്റുള്ളവന്റെ പ്രയാസം മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയുടെ മനോനിലയാണ് എമ്പതി. ഇത് പണ്ടത്തെ കാലത്ത്, നമ്മളെ കാലത്തൊക്കെ അടിയുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന സ്കൂളില് 2 ടീമായിട്ട് സ്കൂൾ വിട്ട് പോകുമ്പോൾ 2 ടീമായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ചെറിയ അടിയൊക്കെ നമ്മൾ നടത്താറ്. പക്ഷെ ഒരാള് വീണാ പിന്നെ ഓൻ അവിടെ ഇട്ട് തല്ലലില്ല, പിന്നെ ഓൻ എണീറ്റിട്ടേ തല്ലുള്ളൂ. ഇന്ന് അതിന്റെ ഒരു രൂപം മാറി. +1ഉം +2ഉം തമ്മിലടി, 10th +1ഉം തമ്മിലടി, 9ാം ക്ലാസ്സുകാരനും 10ാം ക്ലാസ്സുകാരനും തമ്മിലടി. അടി എന്ന് പറഞ്ഞാൽ ചില്ലറ അടിയൊന്നുമല്ല. പ്ലാൻ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് അവിടെ ഇട്ടിട്ട് അടിച്ചിട്ട് അവസാനം ആരാണോ ബാക്കിയാവുന്നത് അവന്റെ തല പൊട്ടുന്ന രീതിയിൽ, നെഞ്ചക്ക് എന്നൊക്കെ പറഞ്ഞാൽ കരാട്ടയില്
നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഏത് മാർഷൽ പ്രോഗ്രാംസ് ആയാലും നമ്മുടെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നടത്തുന്നതാണ്. കരാട്ടെ ആയാലും കളരി ആയാലും കുംഫു ആയാലും ജിം ആയാലും ഇനിയിപ്പത്തെ മെക്സവൻ ആയാലും ഒക്കെ നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സാധനം. അതൊരിക്കലും എന്തിനുള്ളതല്ല, മറ്റുള്ളവരെ അടിച്ച് തകർക്കാനോ തോൽപ്പിക്കാനോ ഉള്ളതല്ല. പക്ഷെ ഇന്ന് കുട്ടികൾ അവർ ചെയ്യുന്നത്, നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകൾ നോക്കൂ നിങ്ങൾ. നായ്ക്കൊരണ പൊടി എന്ന് പറഞ്ഞ പൊടിയൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, അതൊന്നും അഭ്യസിക്കലില്ല. നമ്മൾ ക്ലാസ് റൂമിലേക്ക് ഇത് പൊതിഞ്ഞു കൊണ്ടുപോവുക, എന്നിട്ട് കുട്ടികളുടെ മേലേക്ക് എറിയുക, ക്ലോസറ്റില് തല പൂഴ്ത്തുക, എന്നിട്ട് ഫ്ലഷ് ചെയ്തിട്ട് അവനെ പ്രയാസപ്പെടുത്തുക, അടിച്ചിട്ട് തല പൊട്ടിക്കുക, ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് ചീറ്റുന്നത് കണ്ടിങ്ങനെ അത് വീഡിയോ എടുക്കുക, എന്നിട്ട് അത് സ്റ്റാറ്റസ് ആക്കുക, അത് റീൽസ് ചെയ്യുക. അങ്ങനെ അതിനെ എല്ലാറ്റിനെയും ആസ്വദിക്കുന്ന ഒരു അഗ്രസീവ് മൈൻഡിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ എത്തിയത്? ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കുക. എന്തുകൊണ്ടാണ് ഈ തലമുറയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? ഇതിനെക്കുറിച്ച് സീരിയസ് ആയ പഠനങ്ങളൊന്നും അധികം വന്നിട്ടില്ല. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ പറയുന്ന സംഗതികൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, കൊറോണ കാലം നമ്മളെ വല്ലാതെ നമ്മുടെ മക്കളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം അവസാനിപ്പിച്ച് അവരുടെ കയ്യിലേക്ക് നമ്മൾ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനം കൊടുത്തു. സ്മാർട്ടായിരുന്ന മക്കള് അവരുടെ സ്മാർട്ട്നെസ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് ഈ മൊബൈൽ ഫോണിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം അത് ബേസിക്കലി അതൊരു അപകടകാരിയൊന്നുമല്ല. അടുക്കളയിലെ കത്തി പോലെയാണെന്ന് പറയും. അടുക്കളയിലെ കത്തി കൊണ്ട് നമുക്ക് തക്കാളി മുറിക്കാം, മീൻ മുറിക്കാം, ഇറച്ചി കട്ട് ചെയ്ത് പാകപ്പെടുത്താം. പക്ഷെ അതേ കത്തി ഒരാൾ ദുരുദ്ദേശപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ കഴുത്തറക്കാനും അത് ഉപയോഗിക്കാം. അപ്പൊ അത് കത്തിന്റെ കുഴപ്പമില്ല, ഉപയോഗിക്കുന്ന ആളുടെ കുഴപ്പമില്ല. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു ഭാഗമോ ഇരുഭാഗമോ മാത്രം മൂർച്ചയുള്ള കത്തിയല്ല, അതിന്റെ ചുറ്റും ഷാർപ്പാണ്. അത് പോസിറ്റീവായിട്ടല്ല ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളെയും പരിസരത്തുള്ളവരെയും ഒക്കെ നശിപ്പിക്കും. അതിന്റെ ഒരു ദുരന്തമാണ് കൊറോണ കാലത്ത് നമ്മൾ അവരുടെ കയ്യിലേക്ക് ഇത് നിർലോഭം കൊടുത്തു. ഞങ്ങളുടെ സ്കൂളിൽ പറ്റുന്ന രക്ഷിതാക്കളോടൊക്കെ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലെ അധ്യാപകര് ഓരോ സംഖ്യ കളക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മൊബൈൽ ഇല്ലാത്തവർക്കൊക്കെ നമ്മളും വാങ്ങിക്കൊടുത്തു. പച്ച സാധു കുട്ടികൾക്കൊക്കെ അധ്യാപകർ വാങ്ങിക്കൊടുത്തു, നാട്ടിലെ ക്ലബ്ബുകൾ വാങ്ങിക്കൊടുത്തു, വായനശാലക്കാർ വാങ്ങിക്കൊടുത്തു, പറ്റുന്നവരൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കുട്ടികളൊക്കെ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് നിൽക്കും. കൊറോണ കാലം കഴിഞ്ഞപ്പോ നമ്മൾക്കിത് തിരിച്ചു വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഇന്ന് യാതൊരു ലിമിറ്റേഷനുമില്ലാതെ നമ്മുടെ മക്കൾ പരിപൂർണമായി ഇതിനകത്തേക്ക് വരുന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തിപ്പെട്ടു. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് ഇതിലെ കാഴ്ചകൾ കണ്ടും കേട്ടും മരവിച്ച് അവരുടെ ഈ ഓരോ തലങ്ങൾ ഇപ്പൊ നോക്കൂ, റീൽസ് ഇപ്പൊ ഒരു കുട്ടി യാത്ര പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ റീൽസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ യാത്ര? അപ്പൊ ഈ യാത്ര പോകുന്നത് തന്നെ റീൽസ് ചെയ്യാനാണ്. അതേപോലെ തന്നെ ചിലരുടെ സ്റ്റാറ്റസിന്റെ പിന്നാലെ പോയിട്ട് ചില സെലിബ്രിറ്റികളുടെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ആകുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന വല്ലാത്തൊരു അനുകരണ രീതിയിലേക്ക് മക്കൾ അനുകരിക്കാന്ന് പറഞ്ഞാൽ എന്തിനേയും അനുകരിക്കാം. നമ്മുടെ കാലത്ത് നമ്മളോട് നിങ്ങളൊക്കെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചിലപ്പോ APJ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ, തോമസ് ആൽവ എഡിസൺ, ഐസക് ന്യൂട്ടൺ, ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ പേര് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നു. അവരൊക്കെ ആയിരുന്നു നമ്മുടെ റോൾ മോഡൽസ്. ഇന്നിപ്പോ കുട്ടികളുടെ റോൾ മോഡൽ ആരാ? കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പും അതേപോലെ തന്നെ തൊപ്പിയും ഓരോ ടൈപ്പ് സാധനങ്ങൾ. ഇവർക്ക് എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയില്ല, കൾച്ചർ ഇല്ല, ഒരു നിലവാരവുമില്ല. അപ്പോ വളാഞ്ചേരി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയുടെ അങ്ങേ അറ്റത്തുള്ള ഒരു സിറ്റി ഒരു ദിവസം ടൗൺ അങ്ങോട്ട് ബ്ലോക്കായി. അപ്പൊ നാട്ടുകാർക്കൊന്നും അറിയില്ല എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു 8 വയസ്സിന്റെ മുകളിൽ 15 വയസ്സിനുള്ള താഴെയുള്ള ആൾക്കാർ മക്കളെ കൊണ്ട്
വളാഞ്ചേരി സിറ്റി, വളാഞ്ചേരി ടൗണ് മൊത്തം റോഡ് മൊത്തം അങ്ങോട്ട് ബ്ലോക്ക് ആവുന്ന രീതിയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ എവിടുന്നൊക്കെയോ വന്നിങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു എന്താ സംഭവം? അപ്പൊ കുട്ടികളുടെ തൊപ്പി വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ തൊപ്പി എന്നത് അറിയാൻ വേണ്ടി ആളുകൾ യൂട്യൂബ് കയറി സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു സംസാരിക്കാൻ അറിയാത്ത, എന്താണ് പറയേണ്ടത് എന്നുള്ളതിന്റെ പക്വതയില്ലാത്ത, കഴിക്കേണ്ട ഭക്ഷണം വായിലൂടെ കഴിക്കുന്നതിന് പകരം മറ്റു പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കൾച്ചർലെസ് ഫെലോ. അവന്റെ ചില വരികൾ നമ്മളെ മക്കൾ പാടി നടക്കുകയാണ്. ഞാൻ തിന്നത് ചക്കക്കുരു, എന്റെ ബാക്കിയുണ്ട്, അത് എനിക്ക് ഇവിടെ പാടാൻ പറ്റൂല, ഞാൻ ഇട്ടത് വേറെന്തോ ഒരു സാധനം. അങ്ങനെ ഒരു സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന കുട്ടിയാണ് നമ്മുടെ കുട്ടികളുടെ റോൾ മോഡൽ. അങ്ങനെയുള്ള ഓരോ ആളുകൾ അവരെന്ത് പറയുന്നു, അവരെന്ത് ചെയ്യുന്നു, അതിനെ അനുകരിച്ച് നടക്കുന്ന ഒരു പ്രത്യേക തലമുറ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൊബൈലിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഗെയിമുകൾ, ബ്ലൂമി സൺഡേ, പബ്ജി, അതേപോലെ തന്നെ ബ്ലൂ വെയിൽ പോലെയുള്ള മാരകമായ ഗെയിമുകൾ. മാരകമായ ഗെയിം എന്നാൽ ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തൊരു അധ്യാപകന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഡോർ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആണ്, കോളിംഗ് ബെൽ അമർത്തി മാഷ് വന്നിട്ട് ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ആദ്യം ഞാൻ കേൾക്കുന്ന ഡയലോഗ് കൊല്ലവനെ എന്നുള്ളതാണ്. അപ്പോ റൂമിലേക്കാണ്ട് കയറുമ്പോ, വീട്ടിലേക്കാണ്ട് കയറുമ്പോ കൊല്ലവനെ എന്ന് ഒരുത്തരോട് പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചിട്ട് ഒരടി ബാക്ക് മേടിച്ച് ചവിട്ടി. അപ്പൊ മാഷ് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കയറിക്കൂടെ, നിങ്ങളോടല്ല, അത് കാക്കും അഞ്ചനും കൂടി മക്കൾ രണ്ടാളും കൂടി ഗെയിം കളിക്കാണ്. അപ്പൊ ഗെയിമില് ഇവന് ചില ശത്രുക്കൾ ഉണ്ടാകും, അവന് ചില ശത്രുക്കൾ ഉണ്ടാവും. രണ്ടാളുടെയും കയ്യില് AK-47 ആണ്. ഓരോരുത്തരും ഇങ്ങനെ വരുന്നു, മുന്നിലേക്ക് ഇങ്ങനെ ആയുധവുമായിട്ട് വരുന്നു. അതിൽ ഇവന്റെ ശത്രുക്കളെ ഇവൻ കൊല്ലുന്നു, അവന്റെ ശത്രുക്കളെ അവൻ കൊല്ലുന്നു. അങ്ങനെ കൊന്ന് ഇങ്ങനെ എത്ര ആളെ കൊല്ലും, കൂടുതൽ ആളുകളെ കൊല്ലുന്നവരാണ് ജയിക്കുന്നത്. അവരൊക്കെ കയ്യില് തോക്കാണ്. ഈ തോക്ക് സ്വന്തം തോന്നാണ്, ശരിക്കുള്ള തോക്കല്ല, ഇതൊക്കെ ഗെയിമാണ്. പക്ഷെ ഗെയിമില് അവനിങ്ങനെ വെടി വെക്കുന്നു, ആ വെടി ചെല്ലേണ്ടടുത്ത് ശത്രുവിന്റെ നെഞ്ചിൽ ചെന്ന് കൊള്ളുന്നു, അവൻ പിടഞ്ഞ് വീഴുന്നു, ബ്ലഡ് പുറത്തേക്ക് ചീറ്റുന്നു. ഇതിങ്ങനെ കണ്ടിങ്ങനെ ഒരു ലഹരിയിലേക്ക് നമ്മളെ മക്കൾ ഇങ്ങനെ പോവുക. അത് അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ കൊന്ന് കൊലയോടുള്ള ഒരു നമ്മൾ പറയുന്ന ഒരു പുളിപ്പ് എന്ന് പറയുന്നത് അതൊക്കെ നഷ്ടപ്പെടുന്നത്. അത് നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് കണ്ടാൽ തന്നെ, ബ്ലഡ് കണ്ടാൽ ചില ആളുകൾ കാണാൻ വയ്യ. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇതിനെ കുറിച്ച് പറയുമ്പോ തന്നെ പറയില്ല എന്ന് വെച്ചാൽ അവർക്ക്, എന്നാൽ ഇതിന്റെ ഒരു പുളിപ്പ് ഇവർക്ക് മാറിയിട്ടുണ്ട്. അതൊരു പ്രശ്നം, ഒരാളെ കൊല്ലാന്നൊരു വിഷയമല്ല. അപ്പൊ കുട്ടികളോടൊക്കെ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഈ വരുന്ന ശത്രു ഒറിജിനൽ മുമ്പിൽ വരികയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ തോക്കുണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ വെടിവെക്കും. വെക്കണിനെന്താ, എത്ര ആളെ ഞാൻ കൊന്നത്. അമേരിക്കയിലൊക്കെ അധ്യാപകരെ കുറിച്ച് പറയാൻ, വിദ്യാർത്ഥികളെ കുറിച്ച് പറയാൻ, വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിലേക്ക് തന്നെ തോക്കുമായിട്ടാണ് പോവുക. അവിടുത്തെ മത്സരത്തിൽ വലിയ വിഷയമായിട്ട് വരുന്നതാണ് ഈ തോക്കിന്റെ ലൈസൻസ്. തോക്ക് നാട്ടിലേക്ക് തോക്കിറക്കാനുള്ള പെർമിഷൻ അത് നിരോധിക്കാൻ വേണ്ടി പല തവണ പല ഗവൺമെന്റും അമേരിക്കയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധിക്കുന്നില്ല. കാരണം വമ്പൻ മാഫിയായിട്ട് അമേരിക്കയിലൊക്കെ അത് വളർന്നിട്ടുണ്ട്. അവിടെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ വിദ്യാർത്ഥികൾ ബാഗിൽ നിന്ന് പോക്കെടുക്കും, അധ്യാപകരെ വെടിവെക്കും, ഒരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ മക്കൾ പതുക്കെ അതിനേക്കാൾ മാരകമായ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മനസ്സ് മരവിച്ചിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതിന്റെ ഒരു ചിത്രമാണ് കൊറോണ കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങാടിയിലൊന്നും കുട്ടികളുണ്ടാവില്ലല്ലോ, ഒക്കെ എവിടെയെങ്കിലും. എന്നാൽ അങ്ങാടി തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ആൾക്കാരൊക്കെ പാടെ കാണിക്കേണ്ടി വരുന്നു. അപ്പൊ അതിലാ കൂട്ടത്തിൽ 15 16 വയസ്സിലെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എവിടെയാണ് അതുവരെ അപ്പുറത്തിപ്പുറത്തായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും താഴേക്ക് നോക്കിയിട്ട് അവനവന്റെ മൊബൈലിന്റെ ലോകത്ത് മാത്രമാണ്. അങ്ങനെ ഈ കൊലയും മൊബൈലിലൂടെ പരിചയമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ ഇത് നാട്ടിലും പ്രായോഗികമാക്കാൻ വേണ്ടി തുടങ്ങി. ഇവരുടെ പാട്ടുകൾ ആ രീതിയിലുള്ളതാണ്, ഇവര് കാണുന്നത് ആ രീതിയിലുള്ളതാണ്, ഇവര് കേൾക്കുന്നത് ആ രീതിയിലുള്ളതാണ്, ഇവരുടെ എക്സ്പീരിയൻസ് മൊത്തം അതാണ്. സ്വാഭാവികമായിട്ടും ഇവരിൽ നിന്ന് പുറത്തു വരുന്ന പ്രൊഡക്റ്റും അങ്ങനെയായി മാറും. സാധാരണ പാരന്റിങ് നമ്മൾ ചോദിക്കാറുണ്ട്, ടാപ്പ് അറിയാലോ, ടാപ്പ് തുറന്നാൽ എന്താ കിട്ടുക? ടാപ്പ് തുറന്നാൽ എന്താ കിട്ടുക? വെള്ളം കിട്ടും.
ടാങ്കില് വെള്ളം ഇല്ലെങ്കിലോ കാറ്റ് കിട്ടും. കോഴിക്കോട് ഒരു കൂൾ ബാർ ഉണ്ട്. ഒന്നാമത്തെ ടാപ്പ് തുറന്നാൽ ലെമൺ ജ്യൂസ് കിട്ടും, രണ്ടാമത്തെ ടാപ്പ് തുറന്നാൽ ഓറഞ്ച്, മൂന്നാമത്തേല് മുസംബി, നാലാമത്തേല് ചിക്കു ഷെയ്ക്ക്, അഞ്ചാമത്തേല് ഷാർജ ഷെയ്ക്ക്, ആറാമത്തേല് ഏഴാമത്തേല് ഓറിയ ഷെയ്ക്ക്, എട്ടാമത്തേല് നിങ്ങൾക്ക് ഏത് ജ്യൂസാണോ വേണ്ടത് അതവിടെ കിട്ടും. ഓരോ ടാപ്പ് തുറന്നാലും ഓരോ ജ്യൂസാണ് കിട്ടുക. ഞാൻ ഒന്നുകൂടി ചോദിക്കാണ്, ടാപ്പ് തുറന്നാൽ എന്താ കിട്ടുക? വെള്ളം കിട്ടും. ഇപ്പോഴും വെള്ളം കിട്ടുന്നതിന് ഉത്തരം എന്താണോ ടാങ്കിലുള്ളത് അതാണ് കിട്ടുക, അല്ലെ? ടാപ്പ് തുറന്നാൽ എന്താണോ ടാങ്കിലുള്ളത് അത് കിട്ടും. നല്ല മധുരമുള്ള ലെമണാണ്, ലെമൺ ജ്യൂസ് ആണ് ടാങ്കിലുള്ളതെങ്കിൽ ടാപ്പ് തുറന്നാൽ ആ ജ്യൂസ് കിട്ടും. കലക്ക് വെള്ളമാണ് ടാങ്കിൽ ഫില്ല് ചെയ്തത് എങ്കിൽ ടാപ്പ് തുറന്നാൽ കലക്ക് വെള്ളം കിട്ടും. വൃത്തികെട്ട മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് കിട്ടും. ഏറ്റവും പരിശുദ്ധമായ രുചികരമായ ഒന്നാണെങ്കിൽ അത് കിട്ടും. നമ്മുടെ മക്കളെയും നിറച്ചു വെച്ചിരിക്കുന്ന ടാങ്കുകളായിട്ട് നമുക്ക് കണക്കാക്കാം. അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണോ അവർ നിറക്കപ്പെട്ടിരിക്കുന്നത്, അവർ ഊട്ടപ്പെട്ടിരിക്കുന്നത്, അവർ ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതാണ് അവരിൽ നിന്ന് പുറത്തേക്ക് വരിക. അവരെ നിറച്ചിരിക്കുന്നത് അവർ കണ്ട കാഴ്ചകൾ, അവർ കേട്ട വാർത്തകൾ, അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഇതാണ് അവരെ അങ്ങനെ ആക്കി മാറ്റുന്നത്. അവ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് അനുഭവിക്കുവാനുമുള്ള അവസരമാണ് മക്കൾക്ക് ലഭിച്ചത് എങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾ നല്ലവരായി മാറും. ഇന്നിപ്പോ ഒരുത്തൻ എങ്ങനെയാണ് 5 പേരെ, അവന്റെ കുടുംബത്തിൽപ്പെട്ട 5 പേരെ ഒറ്റയടിക്ക് ഒരു ഹാമർ കൊണ്ട് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഒരു പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം മലയാളക്കരയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഇവനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവൻ ഒറ്റപ്പെട്ട് വളരെ അങ്ങനത്തെ രീതിയിൽ ജീവിച്ച് രാത്രി അസമയത്ത് പുറത്തിറങ്ങുന്നു. എവിടേക്കാണ് പോകുന്നത് എന്ന് ആർക്കും അറിയുകയില്ല. അതായത് ആ ഫാമിലിയുടെ കടം, ആ ഫാമിലിയുടെ ചുറ്റുപാട് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ കടം ആയിട്ട്. ഉമ്മാക്ക് 20 ലക്ഷം, ഉപ്പാക്ക് 15 ലക്ഷം, ഇവന് 40 ലക്ഷം, അങ്ങനെയൊക്കെ വമ്പൻ തുക കടം. ഈ കാശ് എന്താണ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് ആർക്കും അറിയില്ല. നമ്മളെയൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പുതിയ ഉപഭോഗ സംസ്കാരം എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിലൂടെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കടം വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പൊ നമ്മളൊരു ഇസ്ലാമികമായിട്ട് കടം ഒരു മാനദണ്ഡമൊക്കെ ഒരു രീതിയുണ്ട്. ഇപ്പോ എനിക്ക് ഇന്ന് ഒരു അത്യാവശ്യം നിങ്ങൾ ഒരാളോട് കടം വാങ്ങാം, പക്ഷെ എനിക്കത് മറ്റന്നാൾ ഓന് കൊടുക്കാന്ന് പറഞ്ഞാൽ എവിടുന്നാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയണം. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ 10,000 രൂപ കടം വാങ്ങി മറ്റന്നാൾക്ക് അത് ഉടനെ കിട്ടുക, അത് വാങ്ങിയിട്ട് കൊടുക്കാന്നുള്ള ഒരു ബോധം എനിക്ക് വേണം. അങ്ങനെയാണ് നമുക്കൊരു കടം വാങ്ങാം. ഇന്ന് കടം വാങ്ങുന്നതിന് ഒരു മാനദണ്ഡവും ഇല്ല. എന്റെ ഫ്രിഡ്ജ് കുറച്ച് പഴയതായിട്ടുണ്ട്, ഒരു ഷോപ്പിൽ ഒരു ഓഫർ ഉണ്ട്, നമ്മൾ 2000 രൂപ കൊടുത്താൽ മതി, ബാക്കി EMI ആണ്. ആ EMI ഞാൻ ഒന്നാണ് അടക്കുക, അതൊന്നുമില്ല, അത് അപ്പം നോക്കാം. 5 വർഷം കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ട സാധനം എന്റെ ആർത്തി കാരണം ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ എല്ലാം വാങ്ങി ശേഖരിച്ചു വെക്കുക എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ സിസ്റ്റത്തിന്, ഒരു സംസ്കാരത്തിന് നമ്മൾ അറിയാതെ നമ്മളൊക്കെ വിധേയരായി പോയിട്ടുണ്ട്. എന്നിട്ട് എത്ര ഓരോരുത്തർക്കുള്ള കടം എടുത്ത് എങ്ങനെയാ വീട്ടുക, അവിടുന്ന് വാങ്ങിയിട്ട് ഇവന് കൊടുക്കുക, പിന്നെ ഓന് കൊടുക്കാൻ വേണ്ടി അപ്പുറത്തുനിന്ന് വാങ്ങാം. അങ്ങനെ വാങ്ങി റോളിങ്, ഒരു റോളിങ്ങിലൂടെ അങ്ങനെ കറങ്ങിയിട്ട് അവസാനം എപ്പോഴാണ് മുട്ടണത് അപ്പൊ വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കുക. ആ തീരുമാനമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ നമ്മളും ആലോചിക്കണം. ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മനസ്സുഖം എന്ന് വിശേഷിപ്പിച്ചത് നെഫ്സാണ്. അതെന്താ സാധനം? നമ്മൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ അടിസ്ഥാനപരമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കാം. എനിക്ക് എന്താണ് വരുമാനം, അതിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് ഞാൻ എനിക്ക് തയ്യാറാക്കണം. കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ സാധിച്ചിരിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് എനിക്ക് കിട്ടുന്നതിന്റെ 80% കൊണ്ട് ജീവിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് 20% ഒരാൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയും ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് കിട്ടുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ സാധിക്കണ്ടേ? ഇത് കിട്ടുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു ബോധമില്ല. ചെലവാക്കാൻ എങ്ങനെയൊക്കെ സാധിക്കോ അത് എവിടുന്ന് വാങ്ങിയിട്ടാണെങ്കിലും ചെലവാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളും മാറി, നമ്മുടെ മക്കളും അങ്ങനെയായി മാറി. മക്കൾക്ക് എന്ത് രക്ഷിതാക്കൾ പറയലെന്നെ, ഞങ്ങളോ കഷ്ടപ്പെട്ട് ഇനി ഓലെങ്കിലും അനുഭവിക്കട്ടെ. എന്നിട്ട് മക്കൾ എന്ത് ചോദിച്ചാലും മക്കളോട് നോ പറയുന്ന ഒരു സിസ്റ്റം രക്ഷിതാക്കൾക്കില്ല. നമ്മൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, എന്നാലും ഒരു കാര്യം ചോദിച്ചാൽ അപ്പോൾ തന്നെ അത് സാധിച്ചു കൊടുത്താൽ കുട്ടികളുടെ ടോളറൻസ് ലെവൽ കുറയുന്നതാണ്. ഇപ്പോ നമ്മളൊക്കെ കാലത്ത് നമുക്ക് ചെറുപ്പത്തിൽ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉമ്മാനോട് പറയണം, ഉപ്പാനോട് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മൾ ടൂറൊക്കെ പോകണമെങ്കിൽ പെർമിഷൻ കിട്ടണമെങ്കിൽ എത്ര കാലം മുമ്പ് തുടങ്ങണം. ഇപ്പോ രാവിലെ വന്നിട്ട് മക്കൾ ഉപ്പാനോട് പറയണം, ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളൊന്ന് പിന്നെ മൈസൂർ പോണ്ട്, എനിക്കൊരു 5000 റുപ്യാണ്. അപ്പൊ 5000 കൊണ്ട് എങ്ങനെയാണ് മൈസൂർ പോയി, അത് മതിയോ, എന്നാ ഒരു 6000 വെച്ചോ. ഒരു കാത്തിരിപ്പിന്റെ പ്രശ്നം തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അപ്പൊ ചെയ്യണം. അതിന്റെ അപ്പുറത്തേക്കൊന്ന് ചിന്തിക്കുവാനുള്ള, അപ്പുറത്തേക്കൊന്ന് കാത്തിരിക്കുവാനുള്ള ഒരു ക്ഷമ ഇവർക്കില്ല. അതിനെന്തെങ്കിലും ഒരിക്കൽ നോ പറയേണ്ടി വന്നാലോ, ഇത് ശീലിച്ചു വന്നത് കൊണ്ട് തന്നെ നോ പറഞ്ഞാൽ പിന്നെ ഓൻ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റൂല. ആ ബേജാറിലേക്ക് നമ്മൾ എത്തി. പിന്നെ ഇവർക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ അങ്ങനത്തെ ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ടല്ലോ. ആ രീതിയിലേക്ക് നമ്മുടെ മക്കള് മാനസികമായിട്ടും സാമൂഹികമായിട്ടും മാറിപ്പോകുന്ന ഒരു ദുരവസ്ഥ. അപ്പൊ നമ്മള് സൈക്കോ ചെക്കൻ അവരുടെ ഒരു ചില പ്രത്യേക ടീമുകളാണ് ഇവരൊക്കെ. നമ്മുടെ മക്കളുടെയൊക്കെ വാട്സാപ്പ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തു നോക്കണം. നമുക്കൊന്ന് അറിയണം. തനി ഒരു പടുവാവാൻ നമ്മളും പാടില്ല. ഇവരുടെ ചില സ്റ്റാറ്റസുകളൊക്കെ പരിശോധിച്ചാൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് തോന്നിയതേ ഞാൻ ചെയ്യൂ. സ്റ്റാറ്റസാണ് നമ്മുടെ കുട്ടികളുടെ, അവരുടെ നമ്മൾ നെറ്റിത്തടത്തിൽ എഴുതി വെക്കുന്നത് പോലെ അവരുടെ മൊബൈൽ, അവരുടെ പിന്നെ അഡ്രസ്സിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ്: എന്റെ അടിഞ്ഞാട്ടമാണ് എന്റെ ഹീറോയിസം, എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിച്ചു തീർക്കും, ഇത് പെണ്ണിന് പകരം ഇരുമ്പിനെ സ്നേഹിച്ചവരുടെ സാമ്രാജ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഹങ്ക് ബൈക്കിന്റെ മുകളിൽ ചീറിപ്പായുന്ന മാനസികാവസ്ഥ, അവർക്ക് ഇരുമ്പിനോടുള്ള പ്രണയം. ഇതൊക്കെ എത്ര അപകടങ്ങൾ നമ്മൾ നിത്യം കാണുന്നു, എന്തെല്ലാം സംഭവിക്കുന്നു. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എത്ര നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് ബാധിക്കുന്നേ ഇല്ല. ഈ ലിബറലിസത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് എന്റെ ജീവിതം, അതിലാരും ഇടപെടേണ്ടതില്ല, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുമെന്ന് പറയുന്നതിന്റെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്ലാമും മുസ്ലിമും ഇസ്ലാമിന്റെ പിന്നെ അടിസ്ഥാന നിയമങ്ങളൊക്കെ കൊണ്ടെടുക്കുന്ന ആളുകളടക്കം ഇതിലേക്ക് വീണു പോകുന്ന ദുരവസ്ഥ. ഇപ്പോ യോലോ, യു ഓൺലി ലീവ് വൺസ് എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ജീവിതമേ ഉള്ളൂ, അത് മാക്സിമം അടിച്ചു പൊളിച്ചോളൂ എന്ന് പറയുന്ന മെസ്സേജുകളാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇവരുടെ ജീവിതം മൊത്തം മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ദുരന്തങ്ങള് നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നു. പഴയ കാലത്തൊക്കെ ഇത്തരം ഗുണ്ടായിസ് നാട്ടിലുണ്ടായിരുന്നു, പക്ഷെ അത്തരം ആളുകൾ ഒരു കർട്ടന് പിന്നിലാണ് ജീവിച്ചിരുന്നത്. ഇന്ന് അവർക്ക് ഫാൻസ് അസോസിയേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തീർത്തും സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഫാൻസ് അസോസിയേഷൻ, അതിന്റെ പിന്നാലെ കൂടുന്ന നമ്മുടെ പുതുതലമുറയുടെ മക്കള്. മാർക്കോ എന്ന് പറയുന്ന ഒരു ഒരു സിനിമ ഇപ്പൊ വലിയ ചർച്ചയാണ്. അതില് ക്രൂരമായ കൊലപാതകങ്ങള്, പഴയ കാലത്തുള്ള വർഗീയ ലഹളകളിലൊക്കെ കാണിച്ചിരുന്ന അതിക്രൂരമായ രംഗങ്ങൾ, ഗർഭിണിയുടെ വയറ്റത്ത് ചവിട്ടുക, എന്നിട്ട് കുട്ടി പുറത്തേക്ക് പിന്നെ വരുന്ന അത്രയും ക്രൂരമായ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ്. എന്നിട്ട് അത് കുട്ടികൾ ആഘോഷിക്കുക.
രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ പേനെങ്ങനെ കറക്കുന്നുണ്ട്. അപ്പൊ ടീച്ചർ ചോദിച്ചു എന്താ പേന കറക്കണം? ഞാനേ എന്താണ് എന്തോ ഒരു കഥാപാത്രത്തിന് ഒരു പേരുണ്ട്, ഞാൻ അവനെ പോലെ മാർക്കോയിലെ നായകനെ പോലെയാണ് ഞാൻ, എനിക്കെതിരെ വന്നാൽ ഞാനിത് കൈകാര്യം ചെയ്യും. ഇത് 2ാം ക്ലാസ്സിലെ കുട്ടി പറയുന്ന ഡയലോഗാണ്. അവരുടെ വൈബ് എന്ന് പറഞ്ഞാൽ ആ രീതി വില്ലന്മാര് പോലും ആഘോഷിക്കപ്പെടുന്ന ഒരു 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 സാഹചര്യം ഇതിനെതിരെ അധ്യാപകർക്ക് പോലും പറയാൻ പാടില്ല. അധ്യാപകൻ കുട്ടിയുടെ പോക്കറ്റ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് തപ്പിയപ്പോ അധ്യാപകനോട് വിദ്യാർത്ഥി പറഞ്ഞത് സാറേ പോക്സോക്ക് ഓർമ്മല്ലേ എന്ന് 10th പഠിക്കുന്ന കുട്ടി അധ്യാപകരോട് ചോദിക്കുന്നു. ആ രീതിയിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ എത്തിപ്പെടുന്നു. മോസ്റ്റ് വയലൻസ് ഫിലിം എന്നാണ് ഇവരുടെ ഈ നേരത്തെ പറഞ്ഞ ഫിലിമിന്റെ US പേറ്റ് അവരെന്നെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. പക്ഷെ അത്തരം സംഗതികൾ ആഘോഷിക്കപ്പെടുന്ന ഒരു ദുരന്തം, അതില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇപ്പോ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഇവിടുന്ന് പോയത് പൂനേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇന്നൊക്കെ മുടി മമ്മൂട്ടിയാക്കിയാണ് മുടി കളഞ്ഞിരുന്നത്. മമ്മൂട്ടിയാക്ക വീട്ടിലേക്ക് വരും, വല്യാപ്പാൻ്റെതും വാപ്പാൻ്റെതും ഞങ്ങളുടെ മക്കളുടേതും ഒന്നായിട്ട് കളഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയാക്കാന്റെ കാലം കഴിഞ്ഞ് മക്കളുടെ കാലമായപ്പോൾ അവർ ഷോപ്പ് ഇട്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ നാട്ടിൽ വില കുറവാന്ന് പറഞ്ഞിട്ട് പൂനേക്ക് മുടി വെട്ടാൻ പോയ കുട്ടികള് കാരണം പറഞ്ഞത് നാട്ടിൽ വില കൂടുതലാണ്. അവിടെ പോയി മുടി വെട്ടിയത് ഒരാൾ 5000 രൂപ കൊടുത്തിട്ടാണ്, മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ കണ്ണുകള് മനോഹരമാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ മക്കളെ എത്ര 17 വയസ്സോ 18 വയസ്സോ പൂർത്തിയായ മക്കള് അവരോട് ചോദിക്കും, അവർ പറയുന്ന മറുപടി വീട്ടിലേക്ക് ഞങ്ങളില്ല. കാരണം എന്താ, വീട്ടിലേക്ക് ചെന്നാൽ ആദ്യത്തിലൊക്കെ സാറന്മാരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോ അവര് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ പറയും. 4 ദിവസം കഴിഞ്ഞാൽ ഒരു പഴയ സ്വഭാവം എടുക്കും. എന്താ പഴയ സ്വഭാവം എന്നറിയോ? അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉപദേശം അതിന്ന് ആർക്കും കേട്ടുവിടാന്നാണ്. ഏത് ഉപദേശിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് വിശ്വാസികൾക്ക് ഉപകാരപ്പെടും. ഉപദേശങ്ങളല്ലേ നമ്മളെയൊക്കെ സത്യത്തില് എപ്പോഴെങ്കിലും മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോ ശരീരം കൊണ്ടുവന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിയാരുടെ ഒരു ക്ലിപ്പുണ്ട്. അയാൾ പറയുന്നുണ്ട്, നമ്മളെ കുട്ടികൾ, ഇത് സുന്നി അദ്ദേഹം പറയാണ്, മുസ്ലിം പറയാം, സുന്നി കുട്ടികൾ വല്ലാതെ ചാടിപ്പോകും, എന്നാൽ മുജാഹിദ് കുട്ടികൾ അങ്ങനെ, പെൺകുട്ടികൾ അങ്ങനെ ചാടിപ്പോകാറില്ല. അപ്പൊ ഇതിന്റെ കാരണമായിട്ട് അയാൾ കണ്ടെത്തിയത് നമ്മളെ കുട്ടികൾക്ക് ഈ ഉപദേശങ്ങളൊന്നും കേൾക്കാനുള്ള അവസരമല്ല, മുജാഹിദ് കുട്ടികൾക്ക് ആഴ്ചക്ക് എന്ത് കിട്ടുന്നുണ്ട്, മലയാളത്തിലുള്ള പുതുമ കിട്ടുന്നുണ്ട്. അപ്പൊ അയാളായിട്ടൊരു സങ്കടം പറയണം. അതിനിടയ്ക്കുള്ള ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആളുകൾക്ക് ഈ ഒരു കൾച്ചർ നിലനിർത്താൻ പറ്റുന്നത് അവർക്കുള്ള ഈ ഒരു ഉപദേശം എന്ന് പറയുന്ന വലിയൊരു സന്ദർഭം, സത്യം മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ്. മലയാളത്തിൽ ഇന്ന് നാട്ടിലാകെ പറന്ന് നടക്കുന്ന ഒരു മോട്ടിവേറ്റർ ഉണ്ട്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അയാൾ പറയാണ്, ഈ ഉപദേശം എന്ന് പറഞ്ഞ സാധനം ആർക്കും ഇഷ്ടമല്ലാത്രേ. അത് അദ്ദേഹം പറഞ്ഞ ഭാഷ ഉപയോഗിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഇതാണ്, അത് കീഴ്വായു പോലെയാണ്. പച്ച മലയാളത്തിലാണ് അയാൾ പറയുന്നത്. ഉപദേശം എന്ന് പറഞ്ഞാൽ കീഴ്വായു പോലെയാണ്. കീഴ്വായുവിന്റെ പ്രത്യേകത എന്താ? ഇട്ട ആൾക്ക് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ, അനുഭവിക്കുന്നവർക്കൊക്കെ അത് ഇടങ്ങേറായിരിക്കും എന്നതുപോലെ ഉപദേശം പറയുന്നവന് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ, കേൾക്കുന്നവർക്കൊക്കെ അത് പ്രയാസമായിരിക്കും. എന്നിട്ട് ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുകയും ഉപദേശങ്ങളെ മതിയാക്ക്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക് എന്ന് പറഞ്ഞിട്ട് ഇലൂമിനാറ്റി നമ്മുടെ കുട്ടികൾ പാടി നടക്കുന്ന ചില പാട്ടുകളുണ്ട്. ആ പാട്ടുകളിൽ എഴുത്തുകാരൻ പറഞ്ഞു കൊടുക്കുന്നതും ഉപദേശങ്ങൾ നിർത്താനാണ്. നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് ഈ ഉപദേശമാണ്. ആ ഉപദേശത്തിനെതിരെ പക്വതയെ കുറിച്ച് സംസാരിക്കേണ്ട ആളുകൾ തന്നെ ഗിരിപ്രഭാഷണം നടത്തുന്ന ഒരു കാലഘട്ടം. എന്നിട്ട് ആ പറഞ്ഞ ആൾക്ക് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഈ ഉപദേശമായിട്ട് നടക്കുന്ന പണി തന്നെയാണ്. അയാൾക്കാണ് ഏറ്റവും വലിയ ക്ലാസ്സാണ്. അയാൾ ചെയ്യുന്ന പണി അധ്യാപകരെയും രക്ഷിതാക്കളെയും
ബിസിനസ്സുകാരെ ഉപദേശിച്ച് നടക്കുക. ആ ഉപദേശിക്കുന്ന പണിയെ കുറിച്ച് അയാൾ പറഞ്ഞതാവട്ടെ അത് കീവായു പോലെയാണ് എന്ന് പറയുകയും ചെയ്തൊരു ദുരവസ്ഥ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരെ നമ്മുടെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മൊബൈലിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതേപോലെ തന്നെ അവരുടെ കൾച്ചറിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം, നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മൾ സ്വീകരിച്ച സമീപനം, ഇതിന്റെയൊക്കെ പുറമെ നമ്മുടെ നാട്ടില് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഡ്രഗ്സിന്റെ വ്യാപനം, ഇത് ഈ കൂട്ടത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും വലിയ സിറ്റികളിൽ മാത്രമല്ല അവൈലബിൾ ആയിരുന്ന, അവിടെ മാത്രം സാധിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാ നാട്ടുപുറത്തും ലഭ്യമാവുന്ന രീതിയിൽ ലഹരി മാഫിയ നാടിനെ മൊത്തം വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതൊരു സ്ഥലത്തുനിന്നും മൊബൈൽ വഴി അവരുടെ സംവിധാനങ്ങളിലൂടെ ഒരു സാധനം ആവശ്യപ്പെട്ടാൽ 15 മിനിറ്റ് കൊണ്ട് ഏത് സാധനവും അവൈലബിൾ ആകും. എന്നിട്ട് ഇത് എല്ലാ കുട്ടികളിലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന, UP സ്കൂളിലും ഹൈസ്കൂളിലും പഠിക്കുന്നത്. ഇപ്പൊ അടുത്ത് ഒരു ഹൈസ്കൂളിന്റെ SSLC സെന്റ് ഓഫ് പാർട്ടിക്ക് നടത്തിയത് കഞ്ചാവ് ആഘോഷം, സെന്റ് ഓഫിന്റെ പേരിൽ കഞ്ചാവ് പാർട്ടി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സെന്റ് ഓഫ് നടത്തിയത് കഞ്ചാവ് പാർട്ടി നടത്തിയിട്ടാണ്. രക്ഷിതാക്കള് മക്കളുടെ ഒരു നല്ല ബോധത്തോടു കൂടി അവരെ കുറിച്ചൊന്ന് നിരീക്ഷിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ പോലും ഇത്തരം ദുരന്തത്തിലേക്ക് വീണ് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. സഹോദരൻ സഹോദരിക്ക് MDMA കൊടുക്കുന്നു, രക്ഷിതാവ് MDMA കടത്താൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിന്റെ ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ MDMA ആക്കിയാണ് നമ്മുടെ ജില്ലയിൽ വെച്ചും പരിസരത്ത് വെച്ചും പിടിക്കപ്പെടുന്നത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിദഗ്ധർ പറയുന്നത് ഒരു ഇത്തിരി മതി 2 ദിവസത്തേക്കൊക്കെ ഇതിന്റെ ഇഫക്റ്റ് അവന്റെ ശരീരത്തിൽ നിലനിൽക്കാൻ. ശരിക്കും ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് ഉപയോഗിച്ച ഒരാള് അത് അറിയാതെ ജ്യൂസ് വഴി കൊടുക്കുന്നുണ്ട്, ചോക്ലേറ്റ് വഴി കൊടുക്കുന്നുണ്ട്, അവരുപയോഗിക്കുന്ന മറ്റു പാനീയങ്ങൾ വഴി കൊടുക്കുന്നുണ്ട്, അറിഞ്ഞു കൊടുക്കുന്നുണ്ട്, അറിയാതെ കൊടുക്കുന്നുണ്ട്, ആൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റലിലൊക്കെ സുലഭമാകുന്ന ഒരവസ്ഥ. ഒരുത്തൻ ഇപ്പൊ പറഞ്ഞു ജയിലില് അവൻ കുറച്ചു കാലം കടന്നു, നാട്ടിൽ നിന്ന് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. ജയിലിൽ പോയപ്പോ സാധനം പിന്നെ കൃത്യമായിട്ട് കിട്ടിയിരുന്നു. അപ്പൊ ജയിലുകളടക്കം ആ രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മുടെ നാട് ഇപ്പോഴുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് നല്ല ബോധവാന്മാരാവണം. മക്കളുടെ സ്വഭാവത്തിൽ വല്ല മാറ്റം വരുന്നുണ്ടോ? അവിടെ സംസാര രീതി മാറുന്നുണ്ടോ? അവരുടെ ഉറക്കത്തിന്റെ സമയത്തിൽ ഇതുവരെ രാത്രി സ്ഥിരമായി സാധാരണ 10 മണിക്ക് ഉറങ്ങിയിരുന്ന കുട്ടി ഉറക്കം ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടോ? അധികമായി കിടന്നുറങ്ങുന്നുണ്ടോ? അറിയാത്ത ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടോ? അവന്റെ ഡ്രസ്സിൽ എന്തെങ്കിലും അടയാളങ്ങൾ കാണുന്നുണ്ടോ? അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിപ്പാടുകളുണ്ടോ? അവന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? അമിതമായി കാശ് ചോദിക്കുന്നുണ്ടോ? അവന്റെ കയ്യിൽ നമ്മൾ അറിയാത്ത പണം കാണുന്നുണ്ടോ? നല്ല ശ്രദ്ധ രക്ഷിതാക്കളായ നമുക്ക് മക്കളെ കുറിച്ച് ഇല്ല എങ്കിൽ ആർക്കും സംഭവിക്കാം. തറാവീഹ് നമസ്കാരത്തിൽ പോയ ഒരു കുട്ടിയെ അവസാനം കുടുംബക്കാര് പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. പിടിച്ച് കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടിരുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭീകരമായ ഒരു അവസ്ഥയാണ്. ഞാന് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് തിരൂര് VRC വെട്ടം എന്ന സ്ഥലത്ത് VRC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ആണ്. നമ്മുടെ ഡോക്ടർ മുഹമ്മദ് അലി കള്ളിയത്തൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെയായിരുന്നു 3 മാസത്തെ ഞങ്ങളെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റുള്ളൂ. ശരിക്കും 10, 24, 22, 20 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാര് കയ്യും കാലും കെട്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് നടക്കുന്നത്. അതിന് അവിടെ ഗടാഗടിയന്മാരായ കുറച്ച് ആളുകളുണ്ട്. ഇവരെടുത്തിട്ട് ഒരു ഇരുട്ടുമുറിക്കാണ് കൊണ്ടുവരും. ഇതിന്റെ എഫക്റ്റ് തീരുന്നത് വരെ അവിടെ ഇടലാണ്. എന്നിട്ട് ഒരു 35 ദിവസത്തെ 40 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇവനൊരു നോർമലായി മാറുക. അതുവരെ ഈ സാധനം സമയമാകുമ്പോൾ കിട്ടാതിരുന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് മുഖം മാന്തിക്കേറും. അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്ന ഒരു ദുരവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പുതുതലമുറയെ അപ്പാടെ നശിപ്പിക്കുന്ന ആരാണ് അജണ്ട വെച്ച്
പുതുതലമുറയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ടിടുന്നത് എന്നുള്ളത് സീരിയസ് ആയി പഠിച്ച പരിഹാരം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറ അപ്പാടെ ഈ തലമുറ നശിച്ചു, ഇനി അടുത്ത തലമുറ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ഇതിന്റെ വിദഗ്ധർ പറയുന്നത്. ഏതായാലും വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെയെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിലെങ്കിലും ഇത് വരാതെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. ഇല്ല എങ്കിൽ നമ്മുടെ മക്കളെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല ജാഗ്രത കാണിക്കുക. മക്കളോട് നോ പറയേണ്ട സന്ദർഭം എല്ലാം ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കലല്ല പാരന്റിങ് എന്ന് പറയുന്നത്. അതന്നെ പറയാറുണ്ട്, നല്ല ഡ്രസ്സ് കൊടുത്താൽ നല്ല ടൈലർ ആകും, നല്ല ഫുഡ് കൊടുത്താൽ നല്ല കുക്കാകും. നല്ല ഡ്രസ്സും നല്ല ഫുഡും കൊടുത്തതുകൊണ്ട് നല്ല പാരന്റ് ആവില്ല. നല്ല പാരന്റ് ആവണമെങ്കിൽ നല്ല പാരന്റിങ് തന്നെ കൊടുക്കണം. അതില് നമ്മൾ ചിലപ്പോൾ നോ പറയേണ്ടി വരും, ചിലതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചെറുപ്പത്തിൽ തന്നെ കിട്ടേണ്ടതും കിട്ടാൻ പാടില്ലാത്തതും ഉണ്ട് എന്ന ശീലം കുട്ടിയിൽ ഉണ്ടാക്കി കൊണ്ടുവരണം. അല്ലാതെ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കലല്ല പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പോ കുട്ടിക്ക് ഇപ്പൊ കുട്ടിയെ തെറ്റായ ഒരു കാര്യത്തിന് ഒരാൾ ക്ഷണിച്ചാൽ, ഈ വേടാ നിനക്ക് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു ചോക്ലേറ്റ് തരാം എന്ന് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു അങ്കിള് പറഞ്ഞാൽ ആ കുട്ടി എനിക്കത് വേണ്ട എന്ന് പറയുവാനുള്ള അസർട്ടീവ്നെസ് ആ കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ആ കുട്ടി സ്വന്തം പാരന്റിൽ നിന്ന് നോ കേൾക്കണം. നോ കേട്ടവർക്ക് ചിലപ്പോഴെങ്കിലും നോ പറയാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നറിയോ, ആര് വിളിച്ചാലും അതിൽ വീട് പോകും. അങ്ങനെയാണ് പലപ്പോഴും മക്കള് ചതിയിൽ ചെന്ന് ചാടും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ദിവസങ്ങളിൽ കണ്ടല്ലോ, 14 വയസ്സുള്ള 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒരുത്തന്റെ ചതിയിൽപ്പെട്ടത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്വന്തം വീട്ടിൽ നമ്മളെ വീട് എന്ന് പറയുന്നത് ഒരു തനി ചന്തയായി മാറാൻ പാടില്ല. ചിലരുടെ വീടിന്റെ ഒക്കെ സ്ഥിതി, കുട്ടിയെടുക്കാൻ പോയത് എപ്പോഴാ വരിക, ആരാവന്റെ ഒപ്പമുള്ളത് ആർക്കറിയാം, ഒരു ഐഡിയ ഇല്ല. തന്റെ കുഞ്ഞ് ഇപ്പോ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ, അവന് അസർ നമസ്കരിച്ചതിന് ശേഷം നോമ്പായാലും ഒരു അരമണിക്കൂർ കളിക്കുന്ന ശീലം ഒന്ന ഗ്രൗണ്ടിൽ ഉണ്ടാകും. സാധാരണ നിലക്കോ മഗ്‌രിബിന്റെ 10 മിനിറ്റ് മുമ്പാണ് എത്തുക. നോമ്പായതുകൊണ്ട് 5:45 നോമ്പ് എടുത്തും 6 മണിയായി പോകണോ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പള്ളിയിൽ പോലെ എന്ന് നമ്മുടെ മോനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആത്മബന്ധം നമ്മുടെ മക്കളും തമ്മിലുണ്ടോ? 10ാം ക്ലാസ് പഠിക്കുന്ന മോൾ എവിടെയാ? ഓള് നാളെ ഓളെ പരീക്ഷ എന്ന വിഷയമാണ്, അതുകൊണ്ട് കുറച്ച് ടഫാണ്. അപ്പോൾ ഓളെ ഫ്രണ്ട് ഉണ്ട് ഇവിടുന്ന് 5ാമത്തെ പര സൂറാബിന്റെ വീട്ടിൽ. ഓള് 2 മണിക്ക് അങ്ങോട്ട് പോയതാണ്. ഓളെ സൂറാത്താനെ ഞാൻ വിളിച്ചിരുന്നു, താത്ത അവിടെ ഉണ്ട്. ഓളും ഓളെ ക്ലാസ് പഠിക്കണം, എന്നെ ജുമേലത്തും കൂടി ഒന്നിച്ചിരുന്ന് പഠിക്കും. അസർ കഴിഞ്ഞിട്ട് അസർ ഓളപ്പം നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4 ആകുമ്പോൾ എന്നോട് ഇവിടെ എത്തും എന്ന നമ്മളെ മക്കളെ കുറിച്ചുള്ള നമ്മളൊരു ധാരണല്ലേ. ഇത് വീട് തുറന്ന് ആരൊടുക്ക് മാർക്കറ്റുമായി ചന്തമാരിയാണ് വീട്. ആർക്കും എപ്പോഴും വരാം, ആർക്കും എങ്ങോട്ടും പോവാം. ഒരു സിസ്റ്റം വീടിനില്ല. ഇവ റൂമിൽ കയറി കുറ്റിയാണിട്ടാൽ എപ്പോഴാണോ ഓന് പുറത്തിറങ്ങാൻ തോന്നുന്നത് അപ്പോ പുറത്തിറങ്ങും. ഓരോ ഡോറിൽ മുട്ടാൻ പാടില്ല, ആ റൂമുകാരും കയറാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ റൂമൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ വീടിന്റെ സിസ്റ്റം ഒക്കെ ഒരു ഇസ്ലാമിക് എൻവയൺമെന്റ് നമ്മുടെ വീട്ടിലുണ്ടോ? വീട്ടിലൊരു ഡിസിപ്ലിൻ ഉണ്ടോ? ഉറങ്ങാനൊരു സമയം, ഉണരാനൊരു സമയം, കളിക്കാനൊരു സമയം, ഒന്നിച്ചിരുന്ന് വായിക്കാനൊരു സമയം, ഭക്ഷണത്തിനൊരു സമയം, ഒന്നിച്ചിരുന്ന് സംസാരിക്കാനൊരു സമയം. കുടുംബമാകുമ്പോ വീടാകുമ്പോ അതിനൊരു സിസ്റ്റം വേണം. ഇത് ഒരു നിയമം ഒരു വീട്ടിലില്ല. അവര് തോന്നിയ മാതിരി, അവൾക്ക് തോന്നിയ മാതിരി. ഓൾക്കൊന്ന് കോളേജ് ഉണ്ടോ ഉണ്ടോന്നറിയില്ല. ഓള് രാവിലെ വന്നാൽ പോയി കോളേജിൽ തന്നെ ആയിരിക്കും. എപ്പോഴാ വരിക? എപ്പോഴൊക്കെ തോന്നുന്നു അപ്പൊ വരും. ഓനെ പിന്നെ ഞാനങ്ങനെ ചോദിക്കും. ഏത് കുട്ടികൾ ഏത് വലുതായാലും നമ്മളെ കുട്ടികളാണ്. അതാ റാപ്പോ നമ്മൾ അറ്റുപോവാതെ കാത്തു സൂക്ഷിക്കണം. അത് ഏത് പ്രായത്തിലും ആ രീതിയിൽ മക്കൾ, അത് ക്വാളിറ്റി ടൈം എന്ന് സൈക്കോളജിയിൽ പറയാം. അതായത് മക്കളുടെ കൂടെ നമ്മൾ ആത്മാർത്ഥമായി ചെലവഴിക്കുന്ന ഒരു ടൈം എല്ലാ ദിവസവും വേണം. കോളേജിൽ പോയി വന്ന കുട്ടിയായാലും, ബിസിനസ് കഴിഞ്ഞ് വന്ന മോനായാലും, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായാലും, ഇനി 2ാം ക്ലാസ് പഠിക്കുന്ന വാവയായാലും, ഓൾക്ക് പറയാനുള്ളത് ഓന് പറയാനുള്ളതൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കേട്ട്
അതിന് കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്ത്, തിരുത്തേണ്ടത് തിരുത്തിപ്പോ നേരത്തെ പറഞ്ഞ ഒരു മാർക്കോ എന്ന് പറഞ്ഞ ഫിലിമിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഉപ്പാക്ക് ഇടപെടാൻ പറ്റണം, ഉപ്പ പറയണം. അങ്ങനത്തെ സംഗതികളൊക്കെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഒരു പ്യൂരിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പോളിഷ് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ഒരു ലെവലിൽ നിന്ന് മക്കൾ മാറിപ്പോവാതെ നമ്മുടെ റൂട്ടിൽ തന്നെയാണ് മക്കൾ ഉള്ളത് എന്ന് ഉറപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ഇത് മക്കൾ ഏത് ലെവലിലാണ്, അവനാന്റെ കുട്ടിനെ പറ്റി പോലും അവനവൻ അറിയില്ലെങ്കിൽ അവനോട് നോ പറയുമ്പോ അവൻ പുറകുന്നെടുക്കുന്നത് ആയുധമാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ സ്വന്തം വീട്ടിലുണ്ടായാൽ പിന്നെ നമ്മൾ ആരോട് പരാതി പറയും? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ബാക്ക് അറ്റ് ഹോം, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. പുതിയ തലമുറയെ ഒന്ന് ചേർത്ത് നിർത്താൻ, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ, അവരോട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പങ്കുവെക്കാൻ, ഒരു നല്ല കേൾവിക്കാരിയായി ഉമ്മാക്കും ഉപ്പാക്കും മാറാൻ, അങ്ങനെ നമ്മുടെ കൾച്ചറിനെ തിരിച്ചു പിടിക്കാൻ, അത് മാത്രമേ നമ്മുടെ മുൻപിൽ വഴിയുള്ളൂ. നമ്മളെ വീടും നമ്മുടെ കുടുംബം നമ്മളെ നന്നാക്കാൻ വേണ്ടി ഒരു പരിഷ്കർത്താവോ ഒരു നവോത്ഥാന നായകനോ ഒരു പ്രവാചകനോ ഒരു മോട്ടിവേറ്ററോ ഒന്നും വരില്ല. നമ്മൾ തീരുമാനിക്കണം, നമ്മൾ തന്നെ തീരുമാനിക്കണം കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക്, പേരമക്കൾക്ക് വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്തതുപോലെ, എന്നാൽ കാർക്കശ്യത്തോടെ പറയേണ്ടത് കാർക്കശ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ആ ചേർത്തു നിർത്തലിന്റെ മനഃശാസ്ത്രം ഉണ്ടല്ലോ, സ്നേഹത്തിന്റെ. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അവരോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഇവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെ പാഠങ്ങൾ, ആ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ, സ്നേഹവലയത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരിക. സ്നേഹം എന്ന് പറയുന്നത് നെഞ്ചിൽ വെച്ച് നടക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാറ് വാങ്ങിയിട്ട് വീടിന്റെ പോർച്ചിൽ വെച്ചിട്ട് രണ്ട് കേന നിറച്ച് പെട്രോൾ വാങ്ങിയിട്ട് വണ്ടിന്റെ ഡിക്കിൽ വെച്ചാൽ വണ്ടി ഓടൂല. വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് ഈ പെട്രോൾ വണ്ടിന്റെ ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്നേഹം എന്ന് പറയുന്നത് ക്യാനിലാക്കിയിട്ട് നെഞ്ചിൽ വെക്കാനുള്ളതല്ല, അത് മക്കൾക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്. 5 ലവ് ലാംഗ്വേജസ്, സ്നേഹത്തിന്റെ ഭാഷ, നല്ല സംസാരം, ഗിഫ്റ്റ് കൈമാറൽ, ഫിസിക്കൽ ടച്ച്, നല്ല സ്നേഹത്തോടെ ചേർത്ത് നിർത്തൽ, ആ രീതിയിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കൽ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്നേഹത്തിന്റെ 5 ഭാഷകളിലൂടെ മക്കൾക്ക് സ്നേഹം പകർന്നു നൽകുക. അപ്പൊ ആ സ്നേഹം നമുക്ക് ഇങ്ങോട്ടും തിരിച്ചു കിട്ടും. അങ്ങനെയാണ് റസൂൽ ചെയ്തത്. മിമ്പറിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് പേരക്കുട്ടികളെ കയ്യിലെടുത്തിട്ട് ഉമ്മ വെച്ച് താഴെ വെച്ച റസൂലുള്ളാഹ്. നമസ്കാരത്തിന്റെ ജമാഅത്തിൽ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് തോളിൽ കയറിയ പേരക്കുട്ടിക്ക് പ്രയാസാവുന്ന കരുതിയിട്ട് സുജൂദ് നീട്ടിക്കൊടുത്ത റസൂലുള്ളാഹ്. മക്കളുടെ കൂടെ ഒട്ടകം കളിക്കാൻ വേണ്ടി കമൈന്ന് കടന്നു കൊടുത്തിട്ട് ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടാളും പുറത്ത് കയറിയിട്ട് യമീൻ എന്ന് പറയുമ്പോ വലത്തോട്ടും ഷിമാൽ എന്ന് പറയുമ്പോ ഇടത്തോട്ടും നടന്നിട്ട് ഒരൊട്ടകത്തെ പോലെ കളിച്ച് സ്നേഹം കാണിച്ചു കൊടുത്ത, പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിയുടെ മാതൃകയാണ് നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കുവാനുള്ള നമ്മുടെ മുന്നിലുള്ള ഏക വഴി. നിയമങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ ഒന്നും നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അവസാനം വിരൽ കടിക്കുന്നതിന് പകരം ഈ ദുനിയാവിൽ വെച്ച് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. നാളെ പരലോകത്ത് 2 വിഭാഗം രക്ഷിതാക്കളുണ്ട്. ഒരു വിഭാഗം രക്ഷിതാക്കൾ പരലോകത്ത് വരുമ്പോ അവരുടെ മക്കൾ സ്വർഗത്തിൽ അവരെ കാത്തിരിക്കും. ആ മക്കളെ, ആ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി. അല്ലാഹു റസൂലിന്റെ ഒരു സ്വഹാബിന്റെ കുട്ടി മരിച്ചപ്പോ റസൂലുള്ളാഹി വീട്ടിലേക്ക് ചെന്നു. കരിയാണ് അയാളോട് പറഞ്ഞു, നിങ്ങളെ ഈ കുട്ടി സ്വർഗത്തിൽ നിങ്ങളെ കൈ പിടിച്ച് കയറ്റാൻ ഉണ്ടാവണം, നിങ്ങൾക്ക് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി കരച്ചിൽ നിർത്തിയിട്ട് പറഞ്ഞു, അത് മതി എനിക്ക് റസൂലേ, എനിക്ക് അത് മതി. നമ്മുടെ മക്കൾ നാളെ സ്വർഗത്തിലേക്ക് നമ്മുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നവരായിട്ടുണ്ടാവണം നാളെ പരലോകത്ത്. മറ്റൊരു വിഭാഗം രക്ഷിതാക്കളുണ്ട്, അവരെ കുറിച്ച് നാളെ അവരുടെ മക്കൾ പറയും, പടച്ചവനെ, ഞാൻ വഴിതെറ്റി പോവാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്, അതുകൊണ്ട് എന്റെ കാൽക്കീഴിലേക്ക് അവരെ കൊണ്ടുവാ, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്ക്, എന്റെ കാൽക്കീഴിൽ അവരെ കൊണ്ടുവാ, ഞാൻ അവരെ നരകത്തിലേക്ക് ചവിട്ടി താഴ്ത്തട്ടെ
രക്ഷിതാക്കളും നാളെ പരലോകത്ത് വരാനുണ്ട്. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമത് പറഞ്ഞ നമ്മുടെ മക്കൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അത്തരം മാതാപിതാക്കളുടെ മക്കളാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്തരം മക്കളുടെ മാതാപിതാക്കളാകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ആത്മാർത്ഥമായി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. അപ്പൊ അവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നത് ആ രീതിയിൽ മക്കളുടെ പ്രാർത്ഥന അനുഭവിച്ച് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് നമുക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് ബാക്കിയാക്കി പോവാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമായ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശ്രോതാക്കളുടെയും സാലികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.